കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിൽ ഒരു ദിവസം കൂടെ ജീവനുള്ള ദൈവവചനവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഈ സമയം പ്രാർത്ഥനയോടെ ദാഹത്തോടെ കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ചൊല്ലുന്നതോടൊപ്പം നിങ്ങൾക്കേവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ ഞാൻ ചൊല്ലുന്നു. ദൈവം നിങ്ങളോട് ഇന്നലത്തേതെന്ന പോലെ ഇന്നും സംസാരിക്കട്ടെ. ഇന്നത്തെ പ്രഭാത സന്ദേശം എത്ര പേർ കേട്ടു എന്ന് എനിക്കറിയില്ല. ഇന്നലെ വൈകുന്നേരത്തെ സന്ദേശം എത്ര പേർ കേട്ടു എന്ന് എനിക്കറിയില്ല. കേട്ടവർക്ക് അറിയാൻ കഴിയും. നമ്മളിപ്പോൾ ഒരു 2-3 ദിവസങ്ങളിലായി 2-3 മെസ്സേജുകളിലായി ഹോളി സ്പിരിറ്റ് എന്ന ഒരു സീരീസാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്കാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജന്മം മുഴുവനും പ്രസംഗിച്ചാൽ തീരും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു സബ്ജക്റ്റ് അതത്രത്തോളം ആഴവും അതത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവ് എന്ന ഒരു ടോപ്പിക് അത് ആ ഒരു സീരിയസ്നെസ്സോടുകൂടെ തന്നെ, ആ ഒരു പ്രയോറിറ്റിയോടുകൂടെ തന്നെ നിങ്ങൾ ആ സബ്ജക്റ്റിനെ കാണുക. അതിനകത്ത് പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും തീ, മഞ്ഞ്, പുക, വെടി, ശബ്ദം, ഫയർ, ഉണർവ് പ്രസംഗം, ഇതൊക്കെ ആയിരിക്കും കൂടുതൽ പ്രതീക്ഷ. എന്നാൽ അതിനകത്തൊന്നും നമുക്ക് ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അത് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ക്ഷമയുടെയും എളിമയുടെയും താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ആകത്തുകയാണ് പരിശുദ്ധാത്മാവ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ശരിക്കും ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഫയർ അടിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ഹോളി സ്പിരിറ്റിനെ കാണുന്നില്ല. ഞാൻ വളരെ സ്വരം താഴ്ത്തി സംസാരിച്ച ദൂതുകൾക്കകത്തും തീ പിടിക്കുന്നത് പോലെ ദൈവമക്കൾ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഭകളിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഒട്ടും തന്നെ സ്വരമുയർത്താതെ ഞാനിപ്പം നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നോ ആ ഒരു സ്വരത്തിൽ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് തീ പോലെ ജനത്തിൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നതും അവർ ദൈവസാന്നിധ്യത്തിൽ നിറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ആ അനുഭവങ്ങളൊക്കെ ഹോളി സ്പിരിറ്റ് എന്നുള്ള എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്നെ മാറ്റിയ സംഭവങ്ങളാണ്. പരിശുദ്ധാത്മാവ് എന്നതിൻ്റെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. എല്ലാവർക്കും അല്ല, പക്ഷെ മൊത്തത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സബ്ജക്റ്റ് അത് ശക്തീകരിക്കപ്പെടേണ്ട സമയവും അഭിഷേകം പ്രാപിക്കേണ്ട സമയവും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു അഭിഷേകത്തിൻ്റെ മെസ്സേജ് എടുക്കുന്ന സമയം ഉപയോഗിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിനെ ലിമിറ്റഡ് ആക്കി വെച്ചേക്കുമ്പോൾ അൺലിമിറ്റഡായി നമുക്ക് ഏത് സമയവും നമുക്ക് യേശു ഇന്നലെ ഇന്ന് മോർണിംഗ് മെസ്സേജ് ഞാൻ പറഞ്ഞൊരു വേർഡ് അതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിങ്ങളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഏത് സമയവും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന, ഏത് സമയവും നമുക്ക് നമ്മുടെ കൂടെ ആക്കി നിർത്താൻ കഴിയുന്ന, നമ്മുടെ കൂടെ നിലനിർത്താൻ കഴിയുന്ന, നമുക്ക് കൂടെ സഹവസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ആ സാന്നിധ്യം ഇന്ന് എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിയും? അവിടെയാണ് നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കുന്നത്. അല്ലാതെ വേറെ ഒരു രീതിയിലും നമുക്ക് ജയമില്ല. സഹോദര സഹോദരി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഹോളി സ്പിരിറ്റിനെ നമ്മൾ റിയലായിട്ട് മനസ്സിലാക്കാതെ, നമ്മൾ സ്റ്റഡി ചെയ്യാതെ, കർത്താവിൻ്റെ എന്തൊക്കെ വചനങ്ങൾ നിങ്ങൾ അനുസരിച്ചിട്ടും ഹോളി സ്പിരിറ്റുമായി നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായി ബന്ധം ഇല്ലെങ്കിൽ, ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ അവന് ഹോളി സ്പിരിറ്റായിട്ട് ബന്ധം കാണും. അവന് ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ബന്ധമാണ് അവനെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. കാരണം നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ബൈബിൾ പറയുന്നതിനപ്പുറം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആഴവും അഗാധവുമായി കിടക്കുന്ന ദൈവം എന്ന യാഥാർത്ഥ്യത്തെ എനിക്കും നിങ്ങൾക്കും റിവീൽ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റാണ്.
ഹോളി സ്പിരിറ്റാണ്. ഇന്ന് ഈ ഭൂമിയിൽ സഭ നിലനിൽക്കുന്നതും നിലനിർത്തുന്നതും അതിൻ്റെ അകത്ത് ആത്മാക്കളെ ഒരുക്കുന്നതും അയക്കുന്നതും ഹോളി സ്പിരിറ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സ്വർഗ തുല്യമാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ഈ ഹോളി സ്പിരിറ്റിനെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അനുവദിക്കുക. അവിടെയാണ് നിങ്ങളുടെ ഭവനം സ്വർഗതുല്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് നരകതുല്യമായി ശത്രു മാറ്റിക്കളയും. അതൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഈ ഒരു സ്റ്റഡീസ് ബ്ലെസ്സിങ് ആകുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ 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 അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ ആഴമായിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു മനോഭാവത്തോടു കൂടെ തന്നെ നിങ്ങളായിരിക്കുക. വളരെ വളരെ വേഗം നമുക്ക് ഇന്നത്തെയും ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് നമ്മുടെ മെസ്സേജ് ഉണ്ട്. ഒത്തിരി പേർ ഈയിടെയായിട്ട് ആബ്സെൻ്റ് ആണ്. നമ്മുടെ മോർണിംഗ് മീറ്റിങ്ങിൽ ഒത്തിരി പേർ ആബ്സെൻ്റ് ആണ്. സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പരമാവധി കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കുന്നതിൽ ഒത്തിരി വിമുഖതയുണ്ട്. ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വൈകുന്നേരവും 6:30 മണിക്ക് നമ്മുടെ മീറ്റിംഗ് ലൈവായിട്ടുണ്ട്. ആ വൈകുന്നേരത്തെ ലൈവ് മീറ്റിങ്ങിലും പങ്കെടുക്കാനായിട്ട് സാഹചര്യം അനുവദിക്കുമെങ്കിൽ അത് ഒഴിവാക്കാതിരിക്കുക, മീറ്റിങ്ങിൽ പങ്കെടുക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുവെഴുത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു. പരിശുദ്ധാത്മാവും ദൈവവചനവും എന്ന ടോപ്പിക്കിൽ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. 15 മുതൽ ഞാൻ വായിക്കുകയാണ് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളത് ആകുന്നു. ഈ ദൈവവചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എന്താ പൗലോസ് തിമോത്തിയോസിനോട് അങ്ങനൊരു വാക്ക് പറഞ്ഞേ? പഠിക്കുന്ന എല്ലാവർക്കും നിലനിൽക്കാൻ പറ്റുകയില്ല. നിശ്ചയം പ്രാപിച്ചവന് നിലനിൽക്കാൻ കഴിയും. ദൈവത്തെക്കുറിച്ച് 10, 15, 20, 25 വർഷങ്ങൾ പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. പഠിച്ചതിൽ നിശ്ചയം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ വേലയിൽ, ദൈവവിശ്വാസത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ ഭവനത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. വളരെ വ്യത്യാസമുള്ളതും വളരെ ശ്രദ്ധയർഹിക്കുന്നതുമാകുന്ന ഒരു ഭാഗമാണ്, ഒരു വാക്കാണ് പൗലോസ് തിമോത്തിയോസിന് അവിടെ കൊടുക്കുന്നത്. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. നിങ്ങളെ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിർത്തുന്നത്, നിങ്ങളെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ്. കാരണം പൗലോസ് അവിടെ എഴുതുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്ക് പറയുന്നുണ്ട്: എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാകയാൽ, ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ലൈഫിൽ നിന്നുള്ളതാകയാൽ, ദൈവത്തിൻ്റെ ശ്വാസമാകയാൽ, ഓൾ സ്ക്രിപ്റ്റേഴ്സ്
all scriptures is breathed out by God. Breathed out by God. ദൈവത്തിൻ്റെ ജീവന്റെ ചൂടിൽ നിന്ന്, ദൈവത്തിൻ്റെ ജീവശ്വാസത്തിൽ നിന്ന് പുറത്തു വന്ന ദൈവവചനത്തിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും നിശ്ചയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരുവന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിലനിൽക്കുക എന്നത്. നിങ്ങളൊരു തീരുമാനം എടുത്തത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, നിങ്ങളൊരു കാര്യത്തിന് സ്റ്റെപ്പ് വെച്ചത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, നിങ്ങളൊരു കാര്യത്തിനു വേണ്ടി വാക്ക് പറഞ്ഞത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടത് ദൈവശബ്ദം കേട്ടും ദൈവവചനത്താൽ ഇടപെട്ടുമാണെങ്കിൽ, ഞാൻ ആത്മനിറവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളെടുത്ത ഡിസിഷനകത്ത് നിലനിർത്തുന്ന ഒരു ദൈവം, ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്. കാരണം ഇതിനകത്തുള്ള ഒരു തിരുവെഴുത്ത് പോലും ഒരു പ്രവാചകന്മാർക്ക് വെറുതെ എഴുതി വെക്കാൻ തോന്നിയതല്ല. ദൈവത്തിൻ്റെ വചനം തന്നെ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. സകല വചനങ്ങളും ദൈവശ്വാസീയമാകയാൽ, that is breathed out by God, that is the word is breathed out by God. ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്ന് പുറത്തു വന്ന ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്ന് വിശ്വസിക്കുകയും ഇഷ്ടം കാണിക്കുകയും പ്രിയം വെക്കുകയും ചെയ്യുന്ന താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ജീവനറ്റ് കിടക്കുന്ന നിങ്ങളുടെ സകല മേഖലകളിലേക്കും ഈ സമയം വ്യാപരിച്ചു തുടങ്ങുകയാണ്. ഈ സമയം വ്യാപരിച്ചു തുടങ്ങുകയാണ്. ഈ സമയം വ്യാപരിച്ചു തുടങ്ങുകയാണ്. ദൈവം ഇരിക്കുന്ന സന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് തൻ്റെ ഭക്തന്മാരുടെ ചിന്തകളിലേക്കും തൻ്റെ ഭക്തന്മാരുടെ ആത്മാവിലേക്കും ശ്വാസമായി പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ തടയാൻ ആത്മമണ്ഡലത്തിലെ ഒരു ദുർശക്തികൾക്കും സ്വർലോകത്തിലെ ഒരു ദുരാത്മസേനയ്ക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അപ്പോസ്തലന്മാർ തൂവലും മഷിയും കൊണ്ട് വെള്ള പേപ്പറിൽ, പാപ്പിറസ് പേപ്പറിനകത്ത് ദൈവത്തിന്റെ ശ്വാസത്തെക്കുറിച്ച് എഴുതി പിടിപ്പിച്ചപ്പോൾ അതിലെ ഒരു വാക്യമെങ്കിലും മാറ്റിക്കളയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന് ഞാൻ ആത്മനിറവോടെ പ്രവചിക്കുന്നു, ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ ശ്വാസത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശ്വാസമാകുന്ന വചനം മരിച്ചു മരവിച്ചു കിടക്കുന്ന ഏതൊക്കെയോ മേഖലകളെ ജീവൻ വെപ്പിപ്പാൻ ഈ സമയം പുറപ്പെടുകയാണ്. വിശ്വസിക്കുന്നവൻ ദൈവവചനത്തിന്റെ ശക്തി സ്വീകരിക്കുക. നിങ്ങളെ ഈ ആത്മീയ ജീവിതത്തിൽ നിലനിർത്തത്തില്ലെന്ന് പറയുന്ന, നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ നിലനിർത്തത്തില്ലെന്ന് പറയുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നിലനിർത്തത്തില്ലെന്ന് പറയുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങളെ നിലനിർത്തത്തില്ലെന്ന് പറയുന്ന എന്തൊന്നോ ആയിക്കൊള്ളട്ടെ സഹോദര സഹോദരി മാതാപിതാക്കളെ, എന്തൊന്നോ ആയിക്കൊള്ളട്ടെ, നിന്നെ നിലനിർത്തുമെന്ന് പറഞ്ഞത് ദൈവവും ദൈവത്തിന്റെ വചനവുമാണെങ്കിൽ, തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് പോലെ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചുമിരിക്കുന്നതിൽ നിലനിൽക്കണമെന്നാണ് ദൈവത്തിന്റെയും പ്രവാചകന്മാരുടെയും ഇഷ്ടം. എന്നാൽ ഇന്ന് ഈ വചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിലനിൽക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത, പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത, ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത, നിലനിർത്താത്ത ചിലതിനെ, ചിന്തകളെ, വാക്കുകളെ, പ്രതികരണങ്ങളെ, ഇടപെടലുകളെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള സകല അടിയൊഴുക്കുകളെയും സ്വർഗം വചനവാളാൽ വെട്ടുകയാണ്. സ്വീകരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നു. സകല അടിയൊഴുക്കുകളെയും ദൈവാത്മാവ് വെട്ടുകയാണ്. സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ചിലരെ തൊടുകയാണ്. ഏത് മേഖലയോ ആയിക്കോട്ടെ, ആ മേഖല ദൈവ സന്നിധിയിൽ കൊടുക്കുക. ആ മേഖല ദൈവ വചനത്തിൽ കൊടുക്കുക. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഏതോ ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, കൊടുക്ക ദൈവകരങ്ങളിൽ. ഈ സമയം ഒഴുകുന്ന വചനശക്തിയിൽ, ഈ സമയം ഒഴുകുന്ന വചനശക്തിയിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യുകയാണ്. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാകുഞ്ഞേ. പരിശുദ്ധാത്മാവും വചനവും ഒരുമിച്ചിറങ്ങിയാൽ, പരിശുദ്ധാത്മാവും വചനവും ഒരുമിച്ചിറങ്ങിയാൽ കൃപ വെളിപ്പെടുകയാ, കൃപ വെളിപ്പെടുകയാ, കൃപ വെളിപ്പെടുകയാ. എവിടെ വചനമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ വചനമുണ്ട്. ഇന്ന് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ആ കൃപ ചലിക്കുന്നു.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. എല്ലാ തിരുവെഴുത്തും all scriptures breathed out by God. all scriptures. കുഞ്ഞ, നീ കേൾക്കുന്ന ഒരു വചനം പോലും വെറുതെ അല്ല. മനസ്സിലാവുന്നോ? രാവിലെയും വൈകുന്നേരവും ഇടവേളകളിലും നിങ്ങൾ കേൾക്കുന്ന ചെറുതെങ്കിലും വലുതെങ്കിലും ആകുന്ന ദൈവവചനങ്ങൾ വെറുതെ അല്ല. all scriptures were breathed out by God. ദൈവത്തിന്റെ ശ്വാസമായി, ദൈവത്തിന്റെ ഉള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നിങ്ങളുടെ ശ്വാസത്തിന്മേൽ നിങ്ങളൊന്ന് കൈവച്ചേ, ഊതിയെ. ചെറിയൊരു ചൂട് തട്ടുന്നില്ലേ? നിങ്ങളുടെ ഉള്ളിൽ ആ ജീവൻ ഉള്ളത് കൊണ്ട് ആ ചൂട് തട്ടുന്നു. ആ ചൂടോടുകൂടെ പുറത്ത് വന്ന ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്ന ഇതാണ് ദൈവശ്വാസീയം. ഓ ജീസസ്, ആ വചനം മാത്രം സ്നേഹിക്കാൻ, ആ വേർഡിനെ മാത്രം ഇഷ്ടപ്പെടാൻ മനസ്സുണ്ടായാൽ മതി. പ്രവചനങ്ങളെക്കാൾ, ആലോചനകളെക്കാൾ, ദൂതുകളെക്കാൾ, അത്ഭുതങ്ങളെക്കാൾ, അടയാളങ്ങളെക്കാൾ, വീര്യപ്രവൃത്തിയേക്കാൾ ഈ വേർഡിനെ സ്നേഹിക്കാൻ, കേൾക്കാൻ, ശ്രദ്ധിക്കാൻ മനസ്സ് കാണിച്ചാൽ മതി. ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാൻ ഒരുപാട് പേരെ എനിക്കറിയാം, പ്രവചനങ്ങളുടെ പുറകെ ഓടുന്ന, ദൂതുകളുടെ പുറകെ ഓടുന്ന, തീയുടെ പുറകെ ഓടുന്ന, പവറിന്റെ പുറകെ ഓടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും കണ്ടിട്ടില്ല ഞാൻ. അവരിന്നൊരിടത്ത് ഓടുന്നെങ്കിൽ നാളെ വേറൊരിടത്ത് ഓടുന്നു, പിന്നെ അവിടുന്ന് മറ്റൊരിടത്ത് ഓടടാ ഓട്ടം. ഞാൻ എവിടെയും മാറ്റം അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്നാൽ ഒരിടത്ത് തന്നെ നിന്ന് ദൈവവചനത്തെ മുറുകെ പിടിച്ച് അവരുടെ ലൈഫിലെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ഉപവാസങ്ങളും വിശ്വാസവും കൈമുതലാക്കി വെച്ച് മുൻപോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ, ദൈവം വിശ്വാസത്തിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നല്ല, എന്നാൽ അതിനകത്തെല്ലാം അക്കമിട്ട് മറുപടികൾ കൊടുത്തു വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്ര പവറാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനമില്ലാതെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനമില്ലാത്ത ഇടത്തും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. വേർഡിനിടമില്ലാത്തടുത്ത് പ്രവർത്തിക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ്. അതാ എല്ലാ തിരുവെഴുത്തും, തിമോത്തിയോസേ, നിനക്ക് കളയാൻ ഒന്നുമില്ല. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. തീ കൂടിയ വചനവും തീ കുറഞ്ഞ വചനവും ഇല്ല കേട്ടോ. പ്രാധാന്യം കൂടിയ വചനവും പ്രാധാന്യം കുറഞ്ഞ വചനവും ഇല്ല കേട്ടോ. തിരുവെഴുത്തിലെ 66 പുസ്തകങ്ങളിൽ ഒന്നിന് ശക്തി കുറവും ഒന്നിന് ശക്തി കൂടുതലും ഇല്ല കേട്ടോ. ചെറിയ പ്രവാചകനും വലിയ പ്രവാചകനും കാണും, പക്ഷേ ചെറിയ വചനവും വലിയ വചനവും ഇല്ല. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നുണ്ടോ കുഞ്ഞെ? ജീവിതത്തിൽ ഏറ്റെടുത്ത വിശ്വാസത്തിൽ നിലനിൽക്കാൻ പെടാപ്പാട് പെടുന്നുണ്ടോ? അറിഞ്ഞ ദൈവ സത്യത്തിൽ നിലനിൽക്കാൻ പെടാപ്പാട് പെടുന്നുണ്ടോ? വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പെടാപ്പാട് പെടുന്നുണ്ടോ? കുടുംബ ജീവിതം ഒന്ന് ഉടഞ്ഞു പോകാതെ നിലനിർത്താൻ പെടാപ്പാട് പെടുന്നുണ്ടോ? സാമ്പത്തിക മേഖല തകർന്നു പോകാതിരിക്കാനും താളടിയായി പോകാതിരിക്കാനും പെടാപ്പാട് പെടുന്നുണ്ടോ? നിലനിൽപ്പിന് വലിയ ബുദ്ധിമുട്ടല്ലേ? നിലനിർത്തിക്കൊണ്ടു പോകാനും വലിയ ബുദ്ധിമുട്ടല്ലേ? വിദ്യാഭ്യാസം തകർന്നു പോകാതിരിക്കാൻ, എക്സാമിന് തോറ്റു പോകാതിരിക്കാൻ, നിലനിൽക്കാൻ പെടാപ്പാട് പെടുന്നുണ്ടോ? വലിയ ബുദ്ധിമുട്ടല്ലേ? നിലനിർത്തത്തില്ലെന്ന് പറയുന്ന ശത്രു പുറകിലില്ലേ എന്നൊരു സംശയം ഉണ്ടല്ലേ? ദൈവാത്മാവ് നിന്നോട് പറയുന്നു. ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു. ദൈവാത്മാവ് അങ്ങയോട് പറയുന്നു. നിങ്ങൾ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും. ആ വാക്കിനകത്താണ് കാര്യം കിടക്കുന്നത്. നിനക്ക് നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ നീ എന്താ അറിഞ്ഞെന്ന് നിശ്ചയം പിടിക്കണം. നിനക്ക് നിലനിൽക്കണമെങ്കിൽ നീ കേട്ടതൊരു വിടുതൽ മാത്രമാണോ, പ്രവചനം മാത്രമാണോ, ഇതൊരു മതമാണോ,
അതോ ഇത് മറ്റെന്തെങ്കിലും സംഘടനയാണോ? ആ അവസ്ഥകളിൽ നിന്നെല്ലാം നീ കേട്ടതിനകത്ത് നിനക്കൊരു നിശ്ചയം വേണം. വൈ ഷുഡ് ഐ സ്റ്റാൻഡിങ് ഫോർ ഇറ്റ് എന്ന ഒരു ചോദ്യത്തിന് നിങ്ങളുടെ ഉള്ളത്തിൽ തന്നെ ഒരു ഉത്തരം കിട്ടണം. ഞാൻ എന്തിന് ഇതിൽ നിലനിൽക്കണം? നിങ്ങൾ സ്വയം ചോദിക്കണം. ഞാൻ എന്തിന് ഇതിൽ നിലനിൽക്കണം? നിങ്ങൾ സ്വയം ചോദിക്കണം. നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്കൊരു ഉത്തരം തരുന്നു. ഇത് സത്യമാർഗമെങ്കിൽ നിങ്ങൾ ഇതിൽ നിലനിൽക്കണം. അങ്ങനെ ഉത്തരം കിട്ടാത്തവൻ പാറിപ്പോവും. നിങ്ങൾ കേവലം രാത്രി പേടി സ്വപ്നം കാണാതിരിക്കാനല്ല നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നതെന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയണം. കേവലം കടഭാരം തീരാനല്ല നിങ്ങൾ ഈ സത്യത്തിൽ വിശ്വസിക്കുന്നതെന്ന് ആത്മാവ് പറയണം, മനസ്സാക്ഷി പറയണം. കേവലം രോഗസൗഖ്യം ലഭിക്കാനല്ല, ബിസിനസ് നന്നായി മുമ്പോട്ട് പോകാനല്ല, മക്കൾ തിരികെ വരാനല്ല, വിദേശത്തേക്ക് പോകാനല്ല നിങ്ങൾ ഈ സത്യത്തിൽ വിശ്വസിക്കുന്നതെന്ന് ആത്മാവ് പറയണം. അതിന് നിങ്ങൾ ഹോളി സ്പിരിറ്റുമായി വ്യക്തിപരമായ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടാകട്ടെ. ആത്മാവ് സംസാരിക്കും. അതാ പറയുന്ന പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിലേ നിലനിൽക്കാൻ പറ്റൂ. അതാ ഭയങ്കര വല്ലാത്തൊരു വേർഡാട്ടോ അത്. നമ്മളിൽ പലരും ഈ ചാഞ്ചാട്ടം എന്താണെന്നറിയാമോ? നമ്മൾ പഠിക്കുന്നു, പഠിത്തത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ നിശ്ചയം പ്രാപിക്കുന്നതിനകത്താ പോരാട്ടം. നിന്നെ ഉറപ്പിക്കത്തില്ലെന്നല്ലേ വാദം. നിശ്ചയം പ്രാപിക്കാൻ പറ്റുന്നില്ല. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുവോ? വിടുതൽ ഉണ്ടാവുമോ? നിശ്ചയം പ്രാപിക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്തൊരു കാര്യം, ഞാൻ എന്തിനിതിൽ നിലനിൽക്കണം? ഞാൻ എന്തിനിതിൽ നിൽക്കണം? ആ ചോദ്യത്തിന്റെ കൂടെ ഞാൻ ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിച്ചിടുക. നിങ്ങൾ എന്തിന് നിലനിൽക്കണം? നിങ്ങൾ എന്തിന് പ്രാർത്ഥിക്കണം? നിങ്ങൾ എന്തിന് ദൈവവചനം കേൾക്കണം? നിങ്ങൾ എന്തിന് ദൈവവചനത്തിൽ വിശ്വസിക്കണം എന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തോടു കൂടെ ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിടുകയാണ്. എന്താ നിങ്ങളെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും എന്താ നിങ്ങളെ ഈ ഒരു സത്യത്തിൽ നിലനിൽക്കാൻ അനുവദിക്കാതെ ഇത്രയും പോരാട്ടമെന്നും കൂടെ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ഇടുക. ഉത്തരം കിട്ടുവോ? ഇതേ കാര്യമാണ് പൗലോസും തിമോത്തിയോസിനോട് പറയുന്ന, മോനെ, നീ നിലനിൽക്കണമെങ്കിൽ നീ നിശ്ചയം പ്രാപിക്കണം. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട കുടുംബമേ, എന്താ ലൈഫിൽ ഇത്രയും സ്ട്രഗിൾ? പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിലും, പ്രാർത്ഥനയെ മുടക്കുന്ന തരത്തിലും, നന്മകളെ തടയുന്ന തരത്തിലും, ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലും, വിജയത്തെ കാണാത്ത തരത്തിലും, സന്തോഷം അനുഭവിക്കാത്ത തരത്തിലും, ഉയർച്ച നൽകാത്ത തരത്തിലും, തകർച്ചകൾ ജീവിതത്തിൽ കൊണ്ടുവരത്തക്ക തരത്തിലും എന്താ ഇത്രയും പോരാട്ടം? നീ നിലനിൽക്കരുതെന്നും നിങ്ങൾ അറിയുന്നതിൽ നിശ്ചയം പ്രാപിക്കരുതെന്നും ഉള്ളതല്ലേ വാദം. എന്നാൽ ഈ സമയം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെടുന്നു. നിങ്ങൾ അറിഞ്ഞ സത്യത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുമെങ്കിൽ ഒരു ജീവൻ നിങ്ങളുടെ മരിച്ചും മരവിച്ചും ഇരിക്കുന്ന മേഖലകളിൽ ഈ സമയം വ്യാപരിച്ചു തുടങ്ങുകയാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, പരിശുദ്ധാത്മാവും ദൈവവചനവും എന്ന ഈ ടോപ്പിക്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിന്റെ സഹായത്തോടുകൂടെ നിങ്ങളെ തികഞ്ഞവനാക്കുക, എല്ലാ കാര്യങ്ങളിലും തികഞ്ഞവനാക്കുക. കേവലം ഒരു ആത്മീയ കാര്യത്തിൽ മാത്രം നിങ്ങളെ തികഞ്ഞവനാക്കുക എന്നുള്ളതല്ല ഹോളി സ്പിരിറ്റിന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത്. നിങ്ങളെ എല്ലാ മേഖലകളിലും തികഞ്ഞവനാക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ വാക്യവും വചനവും. ഇതെന്റെ വാക്യവും വചനവും അല്ല, ഇത് ദൈവം പറയുന്നത്. നിന്നെ തികഞ്ഞവനാക്കേണ്ടതിന് എവിടെയൊക്കെയോ നീ പൂർത്തി വരുത്താത്ത കാര്യങ്ങൾ ഇപ്പോഴും ബാലൻസ് നിൽക്കുകയാണെങ്കിൽ, ഒന്നിലും പൂർത്തി കാണാത്ത തരത്തിൽ നിങ്ങളെ പെൻഡിങ് ഇട്ടിരിക്കുകയാണെങ്കിൽ, ഒന്നിലും ജയം കാണാൻ കഴിയാത്ത തരത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ഇതിനകത്ത് എന്നെ കാണുന്ന ചിലരോട് പ്രവചിക്കുകയാണ്, നിന്നെ തികഞ്ഞവനാക്കുന്ന ഒരു പരിശുദ്ധാത്മാവും ദൈവവചനവും ഈ സമയം ചലിക്കുന്നു.
നിന്നിലേക്ക് ദൈവവചനം വ്യാപരിക്കുന്നു, നിന്നിലേക്ക് പരിശുദ്ധാത്മാവ് നോക്കുന്നു, നിന്നിലേക്ക് കുറവ് തീർക്കുന്ന ദൈവവചനം ചലിക്കുകയാണ്. നിന്നെ തികഞ്ഞവനാക്കേണ്ടതിന് ഒന്ന് പറഞ്ഞു സഹോദര, ഈ തികയാത്തത് കൊണ്ടല്ലേ പലരും ആക്ഷേപിച്ച് തള്ളുന്നേ? നീ പൂർണ്ണത ഇല്ലാത്തത് കൊണ്ട് തന്നല്ലേ, മീൻസ് നിങ്ങൾക്ക് പൂർണ്ണതയില്ല എന്ന് പറഞ്ഞ് തന്നല്ലേ പലരും നിങ്ങളെ കളിയാക്കുന്നേ? നിങ്ങളൊന്നും തികയ്ക്കത്തില്ലെന്ന്, നിങ്ങൾ ഒരിടത്ത് ജോലിക്ക് കയറിയാൽ അവിടെ ഒരു 6 മാസം പോലും തികയ്ക്കത്തില്ലെന്ന്, നിങ്ങളൊരു വിവാഹം കഴിച്ചാൽ നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ തികയ്ക്കത്തില്ലെന്ന്, നിങ്ങളുടെ മക്കൾ ജയിക്കത്തില്ലെന്ന്, അവർ വിദ്യാഭ്യാസം തുടങ്ങിയാൽ അത് തികയ്ക്കത്തില്ലെന്ന് വാത് കെട്ടുന്ന ദുർശക്തികളും ദുർശബ്ദങ്ങളും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം വാളുപോലെ ആ ശബ്ദത്തെയും ശക്തിയെയും വെട്ടുകയാണ്. ഓ ജീസസ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ അത് പൂർത്തി വരുത്തത്തില്ലെന്ന്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പൂർത്തി വരുത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശബ്ദത്തെയും ശക്തിയെയും ഈ സമയം ഈ വചനം വെട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുകയാണ്. തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. പ്രയോജനം ഇല്ലാത്തതൊന്നും സഹോദര സഹോദരി നിങ്ങളെ കേൾപ്പിക്കുന്നില്ല ദൈവം. പ്രയോജനമില്ലാത്ത ഒന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല ദൈവം. പ്രയോജനമുള്ളത് മാത്രമേ അവിടുന്ന് നിങ്ങളെ അറിയിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന്, എല്ലാ തിരുവെഴുത്തും ആത്മനിവേശിതമാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം നിങ്ങളൊന്ന് നോക്കിയേ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ദൈവവചനം നിങ്ങളുടെ കയ്യിലുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയാം, യേശുവിൻ്റെ ഫാസ്റ്റിങ്ങിൽ സാത്താൻ യേശുവിനെ അലട്ടി. ഞാൻ ശ്രദ്ധിച്ചൊരു ഭാഗവും എന്നെ പ്രചോദനം തന്ന ഒരു ഭാഗവും കൂടെയാണ്. സാത്താൻ യേശുവിനെ ടെംപ്റ്റ് ചെയ്തു. 1-2 ദിവസമല്ല, 41 ദിവസം സാത്താൻ പുറകെ നടന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ യേശു എന്താ അവിടെ ചെയ്ത് ജയിച്ചതെന്ന്? നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ നോക്കുമ്പോൾ യേശു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തെ, യേശു ചെയ്തത് ശാസിച്ചില്ല, ഫൽസിച്ചില്ല, കൈയാട്ടിയില്ല, ഒച്ചയുണ്ടാക്കിയില്ല. യേശു ചെയ്തത് വേർഡ് മാത്രം ഡിക്ലെയർ ചെയ്തു, വചനം മാത്രം ഡിക്ലെയർ ചെയ്തു. യേശുവിന് ഓടി രക്ഷപ്പെടാമായിരുന്നു, യേശുവിന് ശാസിക്കാമായിരുന്നു, ഒച്ച ഉണ്ടാക്കാമായിരുന്നു, തീ ഇറങ്ങട്ടെ എന്ന് പറയായിരുന്നു. പ്രത്യേകിച്ച് അന്ന് കർത്താവ് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നതിന് മുന്നേ തീ ഇറങ്ങും. കാരണം അത്രയ്ക്ക് ഉപവാസത്തിന്റെ ശക്തിയിൽ ദൈവവചന ആത്മാവിൻ്റെ കരുത്തിൽ യേശു നിൽക്കുകയാണ് ഫാസ്റ്റിങ്ങോടുകൂടെ. അതൊന്നും യേശു ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മളും നമ്മുടെ ലൈഫിൽ സാത്താൻ നമ്മളെ പലതും ഉള്ളത്തിൽ കൊണ്ടിട്ട് ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ, സൂയിസൈഡ് അറ്റംപ്റ്റ് കൊണ്ടുവരുമ്പോൾ, അവിശ്വാസം കൊണ്ടുവരുമ്പോൾ, കോപം കൊണ്ടുവരുമ്പോൾ, പിണക്കം കൊണ്ടുവരുമ്പോൾ, അശുദ്ധ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ, മടുപ്പ് കൊണ്ടുവരുമ്പോൾ, ദേഷ്യം ജനിപ്പിക്കുമ്പോൾ, വെറുപ്പുള്ളത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ ചെയ്യുക നേരെ തിരിച്ച. നമ്മൾ തീ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ നമ്മൾ മടുപ്പൊക്കെ വന്ന് നമ്മൾ അതുപോലും ചെയ്യത്തില്ല.
നമ്മൾ ജയിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. ഒന്നുകിൽ നമ്മൾ ആരെങ്കിലും വിളിച്ച് തീ പോലെ ഒന്ന് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച കാര്യം, ഇതൊന്നും യേശു ചെയ്തില്ല, ഒന്നൊഴികെ. വേർഡ് ഡിക്ലെയർ ചെയ്തോണ്ടേയിരുന്നു. പിശാച് പറയുന്നതിനെല്ലാം, സാത്താൻ പറയുന്നതിനെല്ലാം പരിശുദ്ധാത്മാവിന്റെ സ്ട്രെങ്തോടെ, ശക്തിയോടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 41 ദിവസം ഭക്ഷണവും വെള്ളവും കഴിക്കാത്തൊരു മനുഷ്യന്റെ അവസ്ഥ. 41 ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതിരിക്കുക, അവന് വിശന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യേശു ശരീരം കൊണ്ട് യേശു ഭയങ്കര ഡൗണാണ്, പക്ഷെ ആത്മാവ് കൊണ്ട് കരുത്തനുമാണ്. അപ്പൊ അവിടെ ശാസിക്കുക, അവിടെ ഭത്സിക്കുക, അവിടെ ഒച്ച ഉണ്ടാക്കുക. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച്, നിങ്ങൾ യേശു എന്നുള്ളത് വിട്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവിടെ കഴിയാത്തൊരു കാര്യമാണ്. ദിവസവും ഫുഡ് കഴിച്ചിട്ട് ഒരു നേരം വയറ് വല്ലാതെ കത്തുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ വൈകാരിക നിലകൾ തെറ്റിപ്പോകുന്നത് നമുക്ക് തന്നെ അറിയാം. ഒന്നും എടുക്കാൻ ശരീരം അനുവദിക്കുന്നില്ല, കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, തല ഉരുളുന്നു, ഒക്കെ പ്രശ്നമാണ്. അപ്പൊ 41 ദിവസത്തെ കാര്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. പക്ഷേ യേശു അവിടെ ചെയ്തത് വേർഡ് ഡിക്ലെയർ ചെയ്തോണ്ടേയിരുന്നു. സാത്താൻ പറയുന്നതിനെല്ലാം വചനം കൊണ്ട് അവിടെ കർത്താവ് കട്ട് ചെയ്തുകൊണ്ടിരുന്നു. നിന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും ഉണ്ടെന്ന് സാത്താൻ 4-5 വട്ടം ടെസ്റ്റ് ചെയ്യുമ്പോൾ അവന് ബോധ്യം വരികയാണെങ്കിൽ നിന്റെ മുമ്പിൽ പിന്നെ നിൽക്കാനൊക്കത്തില്ല. നമുക്ക് തീയുണ്ട്, വചനം എവിടെ? അതാണ് ഇവിടെ മറ്റേ മകൻ ചോദിച്ച പോലെ, ഇസാക്ക് ചോദിച്ച പോലെ. അപ്പൊ യാഗവുമുണ്ട്, യാഗവസ്തു, തീയും ഉണ്ട്, വിറകും ഉണ്ട്. യാഗവസ്തു എവിടെയെന്ന് ചോദിച്ചതുപോലെ, അതും ഇതുമായിട്ട് ഇവിടെ മാച്ച് ചെയ്യത്തില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പോലെ തീയും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനെ ആളി കത്തിക്കാനുള്ള ഇന്ധനം എവിടെ എന്ന് ചോദിക്കുന്ന പോലെ, സാത്താനെ സംബന്ധിച്ച് നിന്റെ തീ അണച്ചു കഴിഞ്ഞാൽ ആളി കത്തിക്കാനുള്ള ഇന്ധനം നിങ്ങളുടെ കയ്യിലില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ അവൻ നിന്നെ വീണ്ടും ടെംപ്റ്റ് ചെയ്യും. 41 days ആണ് യേശുവിന്റെ പുറകെ പിശാച് നടന്നത്. സഹോദര, ഒരു വട്ടം ശാസിക്കുമ്പോൾ സാത്താൻ പോകണമെന്ന് നിർബന്ധം പിടിക്കരുത്. 2 വട്ടം ഫാസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അവൻ മടങ്ങി വരരുതെന്ന് നിർബന്ധം പിടിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് യേശുവിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്ന സാത്താനെ യേശു ഒരൊറ്റ ദിവസം വചനം കൊണ്ട് വെട്ടിയതുപോലെ ദീർഘകാലം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ, ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന വൈഷമ്യങ്ങൾ, ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന അശുദ്ധാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ഈ സമയം ഈ വചനത്തിന്റെ ശക്തിയാൽ വിട്ടുമാറട്ടെ. In the name of Jesus. വചനം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് സാത്താൻ അറിഞ്ഞാൽ, വചനം നമ്മുടെ അകത്തുണ്ടെന്ന് സാത്താൻ അറിഞ്ഞാൽ അവന് നിൽക്കാൻ പറ്റത്തില്ല. വചനം നമ്മുടെ അകത്തുണ്ടെന്ന് സാത്താൻ അറിഞ്ഞാൽ, വചനമാണ് അവിടെ തീ പോലെ കത്തുന്നതെന്ന് സാത്താൻ അറിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. തിരുവെഴുത്ത് പറയുന്ന അവൻ പിന്നെ കുറെ കാലം യേശുവിനെ വിട്ടുമാറി എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നത്. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സ്വീകരിക്കുക ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 11 അതിന്റെ 12-13 വാക്യവും നോക്കിയേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 12-13 വാക്യം. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ, കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ, കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ. സഹോദര സഹോദരി, വാതിലടഞ്ഞ സന്ദർഭത്തിലാണോ എന്നെ കേൾക്കുന്നേ? കർത്താവിന്റെ പ്രവൃത്തി എന്തിനാലാണ് നടക്കുന്നത്? ദൈവവചനത്താലാണ് നടക്കുന്നത്. ഏത് വാതിലാണ് നിങ്ങൾക്ക് അടഞ്ഞു പോയത്? ഏത് വാതിലും ആയിക്കോട്ടെ, ഏത് വാതിലും ആയിക്കോട്ടെ. മക്കളുടെ മാരേജ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഫാമിലി, ഫിനാൻഷ്യൽ, ഹെൽത്ത്, ബാക്കി ഏത് കാര്യം,
നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് എന്തോ ആയിക്കോട്ടെ, വാതിലടഞ്ഞു പോയോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ എന്നെ കേൾക്കുന്നത്? ഒരു പ്രവൃത്തിക്ക് വേണ്ടി വാതിൽ തുറക്കണമെങ്കിൽ പ്രവൃത്തി ഉളവാക്കുന്ന അധികാരം അതിന്റെ നടുവിൽ ചലിക്കണം. ആ അധികാരമാകുന്നു ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും. വാതിൽ തുറന്നു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്, പ്രവർത്തിക്കുന്നത് ദൈവമാണ്, അതിന് അടിസ്ഥാനം ദൈവവചനമാണ്. നിങ്ങളുടെ ഫാമിലി ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ളതാണോ? നിങ്ങളുടെ ഫെയ്ത്ത് ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ളതാണോ? നിങ്ങളുടെ പ്രേയേഴ്സ് ദൈവവചനത്തോടുകൂടി ഉള്ളതാണോ? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവചനത്തോടുകൂടെ ഉള്ളതാണോ? നീ ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കുകയും വേണ്ട. പൗലോസിന് തുറന്ന് കിട്ടിയതുപോലെ ഒരു വാതിൽ നിനക്ക് വേണ്ടിയും ദൈവം തുറക്കും. പരിശുദ്ധാത്മാവുമായി ബന്ധമുണ്ടെങ്കിൽ, ദൈവവചനവുമായി നിങ്ങൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ തുറന്നിരിക്കും. തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞു മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പരിജ്ഞാനത്തിന്റെ വാസന എവിടുന്ന് വന്നു? ഈ വാസന പരിജ്ഞാനത്തിന്റെ വാസന. ശാസ്ത്രം പഠിച്ചത് കൊണ്ടല്ല, തോറായിൽ ഡിഗ്രി ഉള്ളത് കൊണ്ടുമല്ല, ദൈവത്തിന്റെ ആത്മാവിൽ ലഭിക്കുന്ന വെളിപ്പാടുകളാലുള്ള പരിജ്ഞാനമാണത്. ഈ സമയം പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ വാസന നിങ്ങളുടെ ലൈഫിലും വ്യാപരിക്കും. നിങ്ങൾ നാണം കെട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ ദൈവവചനത്താലുള്ള പരിജ്ഞാനത്തിന്റെ വാസന നിന്റെ ലൈഫിന്റെ ദുർഗന്ധം നീക്കും. നിങ്ങളുടെ പേര് ചീത്തയായിരിക്കുന്നൊരവസ്ഥയിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ കാണുന്നതെങ്കിൽ ദൈവവചനത്തെ ധൈര്യമായി സ്നേഹിച്ചു കൊള്ളുക. ആ പരിജ്ഞാനത്തിന്റെ വാസന നിന്റെ പേരിന്റെ മേലുള്ള കളങ്കം നീക്കും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. ദൈവം നിങ്ങളെ പുറത്തെടുക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും എന്ന ഈ സന്ദേശത്തിൽ നാം ചിന്തിച്ചത് ഇത്രയുമാണ്. ദൈവത്തിന്റെ വചനം ആത്മാ നിവേശിതമാണ്. ദൈവത്തിങ്കൽ നിന്ന് തന്നെ പുറപ്പെട്ടതാകുന്നു ദൈവത്തിന്റെ വചനം. ദൈവശ്വാസീയമാണ്. രണ്ടാമത് നാം ചിന്തിച്ചു ദൈവത്തിന്റെ വചനം വാളിന് സമമാണ്. മൂന്നാമത് നാം പറഞ്ഞു അത് പരിജ്ഞാനം വെളിപ്പെടുത്തുന്നതും നമ്മോട് സംസാരിക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ തെളിയിക്കുന്നതുമാകുന്ന ദൈവത്തിന്റെ വചനമാണ്. ഈ സമയം വിശ്വാസത്തോടെ എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും നിങ്ങളെ വിട്ടുകൊടുക്കുക. അതിപ്പോൾ യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നവരാണേലും സൂമിൽ ഞങ്ങളെ കാണുന്നവരാണേലും ഈ സമയം നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. കർത്താവ് ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് പൗലോസിന് വാതിൽ തുറന്നു കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും ആ വാതിൽ ഇന്ന് തുറന്നുകൂടായികയില്ല. നിങ്ങളുടെ ലൈഫിലും ആ ദൈവപ്രവൃത്തി ഇന്ന് നടന്നുകൂടായികയില്ല. കർത്താവ് എന്നോട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറയുന്നു. ഇന്ന് ഈ കേട്ട ദൈവവചനത്തിനകത്ത് ഈ ഫാമിലിക്ക് വേണ്ടി ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറയുന്നു. ഈ ഭർത്താക്കന്മാർ തെറ്റായ വഴിയിൽ ജീവിക്കുന്ന ഭർത്താക്കന്മാരെ, അവർക്ക് തോന്നിയ മട്ടിൽ ജീവിക്കുന്ന ചില ഭർത്താക്കന്മാരെ ഇന്ന് കേട്ട ഈ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും വിശ്വസിച്ച് ഈ വചനവും പരിശുദ്ധാത്മാവും എൻ്റെ ഹസ്ബൻഡിനെ സ്പർശിക്കണേ, അയാളെ രൂപാന്തരപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചവരുടെ ലൈഫിൽ വലിയ ക്രിയ ചെയ്യും. അവർ നിങ്ങൾ അറിയുന്ന ദൈവത്തിങ്കലേക്ക് അവരെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. വ്യക്തമായി എന്നോട് ആത്മാവ് പറയുന്നു, അവരുടെ ദുഷ്ടവഴികളെ വിട്ട്, ദോഷവഴികളെ വിട്ട് തിരിഞ്ഞ് അവർ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ദൈവമുമ്പാകെ അവർ
മുട്ടുമടക്കും. സർഗാൽ ഖംസാരിയാന ഹോഷിഗാബ റിബാഥേന ലിബജാസി ഖേനിയാർഗ ശബാൽ ഥൻ വരാഖേ മഹർഗോഷ്മിനി ആഥേരഹസ്ത. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ചില കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ശബാൽ വി ഖാന റബോ സേന്ദ്രേ മഹൽ പ്രബാലെ സഖേന ബ്രിഗാഥോ റബർഷെ ഖേന ലബർത്തെ നമാസ്തേ ഖബാഷ്കമെനിധാന റബോഷസ്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരുട്ടിൻ്റെ ശക്തികളെല്ലാം കത്തുകയാണ്. ഈ ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ വചനത്തിൻ്റെ മുമ്പിൽ ശത്രുവിന് നിൽക്കാൻ പറ്റത്തില്ല. വചനത്തിൻ്റെ മുമ്പിൽ ദുരാത്മാവിന് നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല. വചനത്തിലേക്ക് ശത്രുവിന് നോക്കാൻ പറ്റത്തില്ല. അവൻ്റെ കണ്ണുപോലും കത്തി ഒഴുകിപ്പോകുന്ന നിലയിൽ അതിനകത്തുനിന്ന് ദൈവത്തിൻ്റെ തേജസ് പുറപ്പെടും. സഗബ റിഗംധന പ്രഘോഷമനഘടകസിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയം അസാധാരണമായ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ തകരുന്നു. മനപ്രയാസവും മനഭാരവും കൊണ്ടുവച്ചിരിക്കുന്ന സകല ഇരുട്ടിൻ്റെ നുഖങ്ങളും തകരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. പ്രാർത്ഥിച്ചേ. ശഖബ റഗലമമദര ജാലമമദര ശുഡമമദര ജതുനരിഗമമധികസിയ. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം അപൂർണമായി കിടക്കുന്ന എന്തൊന്നും പൂർണ്ണമാക്കുന്ന ദൈവശക്തിയാണ് ചലിക്കുന്നത്. അപൂർണമായി കിടക്കുന്ന എന്തൊന്നും പൂർണ്ണമാക്കുന്ന ദൈവശക്തി. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ശക്തിയോടെ ചില വ്യക്തികളെ തൊട്ടു തുടങ്ങുന്നത്. ഒത്തിരി അവഗണനകളും ഒത്തിരി ലജ്ജയും സഹിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്ന ഒരു ടൈമിന് വേണ്ടി ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഒത്തിരി ലജ്ജ സഹിക്കുന്ന അതിനാൽ ഒത്തിരി ദുഃഖിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ സമർപ്പിക്കുക ഈ വചനത്തിൻ്റെ മുമ്പിൽ, നിങ്ങൾ സമർപ്പിക്കുക ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ, നിങ്ങൾ സമർപ്പിക്കുക ഈ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ. യേശുവിൻ്റെ നാമത്തിൽ ഹീലിംഗ്സ് നടക്കട്ടെ ഇപ്പോൾ, ഹീലിംഗ്സ് നടക്കട്ടെ ഇപ്പോൾ. ഇപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിലുള്ള ഹീലിംഗ്സ് നടക്കട്ടെ. യേശുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ തൊടുകയാണ് സഹോദര സഹോദരി. നിങ്ങൾ സൗഖ്യമാകണമെന്നുള്ളത് കർത്താവിൻ്റെ ഹിതമാണ്. നിങ്ങൾ സൗഖ്യമാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. In the name of Jesus Christ. പിതാവേ, ഈ ജനത്തെ അവിടുത്തെ കയ്യിലേക്ക് ഞാൻ വിട്ടുതരുന്നു. ഇവരെ അവിടുന്ന് സഹായിക്കണമേ, ഇവരെ ബലപ്പെടുത്തണമേ. ഇപ്പോൾ മനസ്സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കുടുംബത്തിൽ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും ഐക്യതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുക, നിങ്ങളെ തന്നെ സമർപ്പിക്കുക. പ്രാർത്ഥിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ചില അവസ്ഥകളെ ദൈവം തകർത്തു മാറ്റുന്നു. പ്രാർത്ഥനയ്ക്ക് പോലും സ്വാതന്ത്ര്യം തരാത്ത ഈ ബീഹാർ എന്ന് പറയുന്ന പട്ടണവുമായി ബന്ധപ്പെട്ട് ഇനി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു. ബീഹാർ എന്ന് പറയുന്ന ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പട്ടണത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവിടെ നിന്ന് തന്നെ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ആ പട്ടണവുമായി ബന്ധം പുലർത്തുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദേശത്തിൽ ഒരു ദൈവകരം നീളാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
ആ ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയുന്നു. ആ പട്ടണവുമായി ബന്ധം പുലർത്തുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നില്ല, ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നു. ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നു. ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നു. ഒരു പട്ടണത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ എന്താ നടക്കുക? ഒരു പട്ടണത്തിൽ പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. In the name of Jesus Christ. കർത്താവേ, അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യണമേ, അവിടുന്ന് അത്ഭുതങ്ങളുടെ പ്രവൃത്തികളെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവർ ഈ തിരുവെഴുത്ത് കേൾക്കയാലും ഇവർ അങ്ങയിൽ വിശ്വസിക്കയാലും ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഇവരെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരും ഇവരുടെ തലമുറകളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദൈവപ്രവൃത്തികളെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുക. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 നമുക്ക് ദൈവവചനം കേൾക്കാനുള്ള അവസരം ഈ ചാനലിൽ ഒരുക്കിയിട്ടുണ്ട്. മുടക്കങ്ങളില്ല, ദൈവകൃപയാൽ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസത്തെയും ദൈവവചന സന്ദേശത്തിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങളെ ഈ നമ്പറിൽ അറിയിക്കാം. അത്യാവശ്യ കോൾസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥിക്കാനുമുള്ള അവസരം ഉണ്ട്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്ക് നിങ്ങൾ കൈമാറി അവരെ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് മാന്യ സുഹൃത്തുക്കൾ കൊണ്ടുവന്ന് നിങ്ങൾ ദൈവവചനത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിപ്പോൾ ആശീർവാദം പറയാം. ഓക്കെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളോടും കേട്ടതായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നുമെന്നും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.